സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഇന്നലെ ചേർന്ന UN സെക്യൂരിറ്റി കൗൺസിൽ US പ്രപ്പോസ് ചെയ്ത ഗാസയെ സംബന്ധിച്ച പ്രമേയം പാസാക്കി. ആ പ്രമേയം വാസ്തവത്തിൽ ഡൊണാൾഡ് ട്രംപിന്റെ 20 പോയിന്റ് പ്രോഗ്രാമിലെ ചില വിഷയങ്ങൾ യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു റാറ്റിഫിക്കേഷൻ, യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിലിന്റെ റാറ്റിഫിക്കേഷൻ നേടിയെടുക്കാൻ വേണ്ടിയുള്ളതായിരുന്നു. ട്രംപിനെ സംബന്ധിച്ച് ഇത്തരം റാറ്റിഫിക്കേഷൻസിലൊന്നും താല്പര്യമില്ല. അദ്ദേഹത്തെ സംബന്ധിച്ച് ഏത് UN-നേക്കാളും വലുത് താനാണ് എന്ന് അദ്ദേഹം വിചാരിക്കുന്ന ആളാണ്. പക്ഷേ ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള രാജ്യങ്ങൾ, പ്രത്യേകിച്ചും അറബ് രാജ്യങ്ങൾ, ഇതിനൊരു UN റാറ്റിഫിക്കേഷൻ വേണം എന്ന് ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ അവരുടെ രാജ്യങ്ങളിൽ നിന്ന് ട്രൂപ്പുകളെ കൊടുക്കേണ്ടത് അവരാണ്. അമേരിക്ക ഇതിനകത്ത് പട്ടാളക്കാരെ കൊടുക്കുന്നില്ല. അപ്പം അവരുടെ നാട്ടിലെ പട്ടാളക്കാരാണ് ഇതിനകത്ത് ഇൻവോൾവ് ആവുന്നത് എന്നതുകൊണ്ട് തന്നെ ഇതിനോട് UN റാറ്റിഫിക്കേഷൻ ആവശ്യമുണ്ട് എന്ന് അവർ ആവശ്യപ്പെട്ട അടിസ്ഥാനത്തിലാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇങ്ങനെ ഒരു പ്രമേയം UN സെക്യൂരിറ്റി കൗൺസിലിൽ അവതരിപ്പിച്ചത്. അപ്പൊ ഇതിലെ ട്രംപിന്റെ 20 പോയിന്റ് പ്രോഗ്രാം അങ്ങനെ തന്നെ അല്ല UN റെസൊല്യൂഷനായിട്ട് വന്നത്. UN റെസൊല്യൂഷനിൽ പ്രധാനമായിട്ടും അവർ പ്രൊജക്ട് ചെയ്തത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അവിടെ ഫോം ചെയ്യുന്ന ഇന്ററിം ഗവൺമെന്റ്. രണ്ട്, ഇന്റർനാഷണൽ സെക്യൂരിറ്റി ഫോഴ്സ് എന്ന് പറഞ്ഞ അവിടെ വിന്യസിക്കാൻ ഉദ്ദേശിക്കുന്ന സൈന്യത്തെ സംബന്ധിച്ച്. ഈ രണ്ട് കാര്യങ്ങൾക്കാണ് UN റാറ്റിഫിക്കേഷൻ അവർ നേടിയെടുക്കാൻ ശ്രമിച്ചത്. ഇത് റഷ്യയോ ചൈനയോ വീറ്റോ ചെയ്യും എന്ന ഒരു ഭയമുണ്ടായിരുന്നു. പക്ഷേ റഷ്യയും ചൈനയും വീറ്റോ ചെയ്തില്ല. അവർ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് ഉണ്ടായത്. UN സെക്യൂരിറ്റി കൗൺസിലിൽ 9 വോട്ടുകളാണ് ഈ പ്രമേയം പാസ്സാകാൻ ആവശ്യമുണ്ടായിരുന്നു. 9 വോട്ടുകൾ അധികം ലഭിച്ചു എന്നാണ് മനസ്സിലാവുന്നത്. സ്വാഭാവികമായിട്ട് UN സെക്യൂരിറ്റി കൗൺസിലിൽ ഇത് വെക്കുന്നതിന് മുൻപ് തന്നെ അതിന്റെ വേർഡിങ്ങിനെ സംബന്ധിച്ചുള്ള വലിയ ഡിപ്ലോമാറ്റിക് മൂവ്മെന്റുകൾ ഇതിനകത്ത് നടന്നിട്ടുണ്ട്. കാരണം പാലസ്റ്റീൻ എന്ന് പറയുന്ന രാജ്യത്തെ വിഷ്വലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രമേയമായിരിക്കണം അവതരിപ്പിക്കേണ്ടത് എന്ന് അറബ് രാജ്യങ്ങൾക്കും അതുപോലെ തന്നെ ഹമാസിനും വലിയ താല്പര്യമുണ്ടായിരുന്നു. പാലസ്റ്റീൻ അതോറിറ്റിക്കും പാലസ്റ്റീനുമായി ബന്ധപ്പെട്ട ആളുകൾക്കും പാലസ്റ്റീനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾക്കും ഒക്കെ അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വാസ്തവത്തിൽ അത്തരം കാര്യങ്ങൾ താല്പര്യമില്ല. അവരെ സംബന്ധിച്ചുള്ളത് ഒരു പ്രഷറാണ്, അവരുടെ നാട്ടിലുള്ള പ്രഷറാണ്. അതിനെ സംബന്ധിച്ചുന്ന ഒരു ഹിബ്രു മീഡിയയിൽ ഒരു വലിയ ആർട്ടിക്കിൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയാണ് അവരെ ഈ പ്രഷർ മൗണ്ട് ചെയ്തെടുക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച്. തൽക്കാലം നമുക്കത് മാറ്റിവെക്കാം. ഈ ഒരു വിഷയം നെതന്യാഹുവിന്റെ ഗവൺമെന്റ്, ഇസ്രായേൽ ഗവൺമെന്റ് വളരെയധികം അറബ് രാജ്യങ്ങളിലും അതുപോലെ US-ലും വലിയ ഡിപ്ലോമാറ്റിക് പ്രഷർ അവര് ഈ പാലസ്തീൻ സ്റ്റേറ്റ് എന്നൊരു വാക്ക് ഇതിൽ കടന്നുകൂടാതിരിക്കാൻ വേണ്ടി അവര് നടത്തിയിരുന്നു. ഏകദേശം അവരെ ശ്രമത്തിൽ വിജയിച്ചു. അപ്പൊ അതിനെ സംബന്ധിച്ച് സ്റ്റേറ്റ് ഹുഡ് എന്നുള്ള ഒരു വാക്ക് അതിനകത്തുണ്ട്. സ്റ്റേറ്റ് എന്നുള്ള വാക്കല്ല. അതായത് ഇവിടെ സമാധാന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് സ്റ്റേറ്റ് ഹുഡിനെ പറ്റി ചിന്തിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം എത്തിയാൽ അത്തരം ഒരു കാര്യത്തെക്കുറിച്ച് അത് മെറ്റീരിയലൈസ് ചെയ്യുന്നതിന് വേണ്ടി പാലസ്റ്റീൻ ജനതയുടെ പ്രതിനിധിയും ഇസ്രായേലുമായി ചർച്ച നടത്തുന്നത് മുൻകൈയെടുക്കും എന്ന നിലയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിനകത്ത് ആ കാര്യത്തെ സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ളത്. ഇനി ഇന്ററിം ഗവൺമെന്റിനെ സംബന്ധിച്ച് അത് നിശ്ചയമായും ഈ പാർട്ടിസിപ്പേറ്റിംഗ് രാജ്യങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള, പ്രത്യേകിച്ചും അമേരിക്കയ്ക്ക് സ്വാധീനമുള്ള ഒരു സാധനമായിരിക്കും ഇന്ററിം ഗവൺമെന്റ്. ടോണി ബ്ലെയർ ആണ് അതിന്റെ തലപ്പത്ത് വരിക എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. കൂടാതെ ഇസ്രായേലിനും അതിന്റെ മേലെ സ്വാധീനം ഉണ്ടാവും എന്ന നിലയിലാണ് അത് UN സെക്യൂരിറ്റി കൗൺസിലിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. കൂടാതെ ഇന്റർനാഷണൽ സെക്യൂരിറ്റി ഫോഴ്സിനെ സംബന്ധിച്ച് UN-ന് യാതൊരു നിയന്ത്രണവും ഉണ്ടാവുകയില്ല എന്ന തോതിലാണ് അത് അവതരിപ്പിച്ചിട്ടുള്ളത്. അമേരിക്ക എങ്ങനെയാണോ അത് വിഷ്വലൈസ് ചെയ്തിട്ടുള്ളത്, ആ വിഷ്വലൈസ് ചെയ്തതുപോലെ തന്നെ, അതായത് ഏതൊക്കെ രാജ്യങ്ങളാണോ ഇതിനകത്തേക്ക് ട്രൂപ്സിനെ സപ്ലൈ ചെയ്യുന്നത് ആ രാജ്യങ്ങൾക്ക് തീരുമാനിക്കാവുന്ന രീതിയിലാണ് ആ ട്രൂപ്പ് എന്തൊക്കെ ചെയ്യണം, ആ ട്രൂപ്പ് ഏത് തരത്തിൽ പെരുമാറണം എന്നതിനെ സംബന്ധിച്ച് UN-ന്റെ ചാർട്ടേഴ്സ് അനുസരിച്ചോ അല്ലെങ്കിൽ UN-ന്റെ ഗൈഡ് ലൈൻസ് അനുസരിച്ചോ അത് പെരുമാറേണ്ടതില്ല. വേറാസ് ഇതിൽ ആരൊക്കെയാണോ ട്രൂപ്പിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അവരെല്ലാവരും കൂടി ചേർന്നിട്ട് അതിനൊരു തീരുമാനം ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പൊ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് അമേരിക്ക പറയുന്നത് ഇസ്രായേലിന്റെ IDF-മായി ചേർന്നുകൊണ്ട് മാത്രം ഈ സംഘം പ്രവർത്തിച്ചാൽ മതി എന്നുള്ളതാണ്. ഇന്നലെയൊക്കെ പ്രത്യക്ഷപ്പെട്ട പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ് പറയുന്നത് IDF-മായി ചേർന്ന് മാത്രം ഇവർ പ്രവർത്തിച്ചാൽ മതി എന്ന് മാത്രമല്ല, യെല്ലോ ലൈനിന്റെ പടിഞ്ഞാറ് ഭാഗമാണ് ഇപ്പൊ ഹമാസിന്റെ കീഴിലുള്ളത്. യെല്ലോ ലൈനിന്റെ കിഴക്ക് ഭാഗം IDF-ന്റെ കീഴിലാണ്. കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് ഏകദേശം 53% ഗാസ റീജിയൻ ആണ് വരുന്നത്. യെല്ലോ ലൈനിന്റെ പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുന്നത് ഗാസ നിവാസികളും അതുപോലെ ഹമാസും ഉള്ള സ്ഥലം, അവിടെ ബാക്കി ദി റിമൈനിങ് പ്ലേസ്. അപ്പൊ ഇപ്പോൾ ഉള്ള ഒരു ധാരണ എന്ന് പറയുന്നത് യെല്ലോ ലൈനിന്റെ കിഴക്ക് ഭാഗത്ത്, അതായത് IDF-ന്റെ നിയന്ത്രണത്തിലുള്ള സ്ഥലത്തേക്ക് ഈ ഇന്റർനാഷണൽ സെക്യൂരിറ്റി ഫോഴ്സ് പോവുകയും അവിടെ റീകൺസ്ട്രക്ഷൻ പ്രവൃത്തികൾ തുടങ്ങുകയും ചെയ്യാന്നുള്ളത്. വാസ്തവത്തിൽ യെല്ലോ ലൈനിന്റെ കിഴക്ക് ഭാഗത്തേക്ക് ഉള്ള ഭാഗത്ത്
നേരത്തെ കാര്യമായ ആൾവാസം വലിയ പോപ്പുലേഷൻ ഉള്ള ഒരു ഏരിയ ആയിരുന്നില്ല. ആളുകൾ കൂടുതൽ അധിവസിച്ചിരുന്ന ഏരിയ ശരിക്കും യെല്ലോ ലൈനിന്റെ ഈ പടിഞ്ഞാറ് ഭാഗത്തേക്കുള്ള ഏരിയ തന്നെയാണ്. അപ്പൊ അവിടെയാണ് സ്വാഭാവികമായിട്ട് നാശനഷ്ടങ്ങൾ മുഴുവൻ വന്നിട്ടുള്ളത്. ഈ ഗാസ സിറ്റിയിലും റാഫ റീജിയണിലുമാണ് കെട്ടിടങ്ങൾ മുഴുവൻ തകർന്ന് പൊളിഞ്ഞ് കിടക്കുന്നത്. അപ്പൊ ഈ തകർന്ന് പൊളിഞ്ഞ് കിടക്കുന്ന കെട്ടിടങ്ങള് തൽക്കാലം അത് ക്ലീൻ ആക്കണ്ട, അത് അവിടെ തന്നെ നശിച്ച് കിടക്കട്ടെ. ഈ റീബിൽഡിങ്ങും കാര്യങ്ങളും ഒക്കെ ഈ യെല്ലോ ലൈനിന്റെ കിഴക്ക് ഭാഗത്തേക്ക് ചെയ്യാം. അങ്ങനെ കിഴക്ക് ഭാഗത്തേക്ക് റീബിൽഡിംഗ് ചെയ്ത ശേഷം അവിടെ ആവശ്യത്തിനുള്ള ജീവിത സൗകര്യങ്ങൾ, ഹോസ്പിറ്റലാവട്ടെ, സ്കൂളാവട്ടെ, അതുപോലെയുള്ള എല്ലാ സൗകര്യങ്ങളും, ഭക്ഷണത്തിനുള്ള സൗകര്യം എല്ലാം ഒരുക്കി വെക്കുകയും അങ്ങനെ ഗാസ നിവാസികളെ അല്ലെങ്കിൽ ഗാസയിൽ വസിക്കുന്ന അറബ് വംശജരെ ഈ യെല്ലോ ലൈൻ ക്രോസ് ചെയ്ത് ഇപ്പുറത്തേക്ക് വന്ന് അവർക്ക് ഇപ്പുറത്ത് ഇസ്രായേലിന്റെ നിയന്ത്രണമുള്ള സ്ഥലത്ത് അധിവസിക്കാൻ അവസരം ചെയ്തു കൊടുക്കുകയും ചെയ്യുക എന്നൊരു പ്ലാനാണ് ഇപ്പോൾ ഇവോൾവ് ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോൾ എന്തുണ്ടാവും എന്ന് ചോദിച്ചാൽ, ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലുള്ള ഭാഗത്ത് കൺസ്ട്രക്ഷൻ നടക്കും. ഇസ്രായേലോട് നിയന്ത്രണം വിടാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇസ്രായേൽ നിയന്ത്രണം വിടണമെങ്കിൽ ഹമാസ് ഡീമിലിറ്ററൈസ് ചെയ്യപ്പെടണം. ഹമാസ് ഡീമിലിറ്ററൈസ് ചെയ്യപ്പെടുകയില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം ഹമാസ് ഇന്നലെ തന്നെ പറഞ്ഞു കഴിഞ്ഞു, വിദേശ സ്വാധീനമുള്ള ഒരു ഗവൺമെന്റിനെ ഞങ്ങൾ ഗാസയിൽ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞാൽ UN ഇന്നലെ പാസ്സാക്കിയ ഗവൺമെന്റിനെ അവർ സമ്മതിക്കില്ല. 2, അവിടെ ഒരു ഇന്റർനാഷണൽ സെക്യൂരിറ്റി ഫോഴ്സിനെ ഞങ്ങൾ സമ്മതിക്കില്ല, വിദേശ സേനയെ ഞങ്ങൾ സമ്മതിക്കില്ല. ഇതൊക്കെ ആദ്യം സമ്മതിച്ചായിരുന്നു ഇവര്. ഇപ്പൊ ഇന്നലെ അവർ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇവർ ഇത് രണ്ടും സമ്മതിക്കില്ല. അപ്പൊ ഈ UN സെക്യൂരിറ്റി കൗൺസിലിൽ അംഗത്വമുള്ള അൾജീരിയ പോലെയുള്ള രാജ്യങ്ങളില് ഇവരെ കാര്യമായിട്ടുള്ള ലോബിയിങ് നടത്തിയിരുന്നു. ഈ പ്രമേയത്തെ സ്വാധീനിച്ച പാലസ്തീൻ സ്റ്റേറ്റ് എന്നൊരു വാക്ക് കൊണ്ടുവരുവാനും അതുപോലെ വിദേശ സേനയെ അവരുടെ ഗാസയിലേക്ക് പ്രവേശിപ്പിക്കാതിരിക്കാനും ഈ വരുന്ന ഗവൺമെന്റിലെ ഹമാസിന് സ്വാധീനം ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ അൾജീരിയ പോലെയുള്ള രാജ്യങ്ങൾ, UN സെക്യൂരിറ്റി കൗൺസിൽ 15 പേരാണുള്ളത്. അതിനകത്ത് അൾജീരിയയുടെ മെമ്പറാണ്, അറബ് രാജ്യമാണ്. ഈ രാജ്യത്തെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അമേരിക്കയുടെ ഒരു ഹെഗിമണി ഉള്ളത് കൊണ്ട് അതൊന്നും അവർക്ക് നടന്നിട്ടില്ല. ഈ കൂടുതലും ഇസ്രായേൽ പറഞ്ഞ വഴിക്ക് തന്നെയാണ് ഈ വേർഡിങ്സ് ഒക്കെ പോയിട്ടുള്ളത്. അപ്പൊ എന്തായാലും ശരി, ഈ ഇസ്രായേലിനെ അല്ലെങ്കിൽ ഇസ്രായേലിനെയും അമേരിക്കയെ സംബന്ധിച്ച് ഈ വെടിനിർത്തൽ എന്ന് പറയുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും അറബ് രാജ്യങ്ങളിൽ നിന്നും വന്ന ഒരു എക്സ്ട്രീം പ്രഷറിനെ തുടർന്നാണ് ചെയ്തിട്ടുള്ളത്. ഇസ്രായേലിനെ സംബന്ധിച്ച് ഇന്നലെയും ഇസ്രായേൽ പ്രധാനമന്ത്രി പറയുകയുണ്ടായി, പാലസ്തീൻ സ്റ്റേറ്റ് എന്നൊരു സ്വപ്നം വേണ്ട, അങ്ങനെ ഒരു സാധനം സംഭവിക്കുകയില്ല. ഇന്നലെയും അദ്ദേഹം ഇസ്രായേൽ പാർലമെന്റ് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആരെങ്കിലും സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അത് വെറും ദിവാസ്വപ്നമാണ്, അങ്ങനെ ഒരു കാര്യം നടക്കരുത്. 2, ഹമാസിനെ നിരായുധീകരിച്ചിരിക്കും, അത് സമാധാനത്തിലോ അല്ലെങ്കിൽ സമാധാനമില്ലാതെയോ ആ പണി ചെയ്തിരിക്കും എന്ന് അദ്ദേഹം ഇന്നലെയും പാർലമെന്റ് വാക്ക് കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അതിന്റെ കൂടെ അദ്ദേഹം പറയുന്നുണ്ട്, ഈ വെടിനിർത്തലിന്റെ ആയുസ് എത്രയാണെന്ന് എനിക്ക് പ്രവചിക്കാനാവില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഹമാസുമായിട്ട് ഏത് നിമിഷവും ഈ യുദ്ധം റീസ്റ്റാർട്ട് ചെയ്യാമെന്ന നിലയിലാണ് ഇസ്രായേൽ നിൽക്കുന്നത്. നേരെ മറിച്ച് ട്രംപിനെ സംബന്ധിച്ച് അദ്ദേഹം ഏർപ്പെടുത്തിയ ഒരു വെടിനിർത്തൽ എന്ന നിലയിൽ ഇത് അദ്ദേഹത്തിന്റെ പ്രസ്റ്റീജിന്റെ ഭാഗമാണ്, ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ വെടിനിർത്തൽ എങ്ങനെയും പിടിച്ചു നിർത്താൻ അദ്ദേഹം ശ്രമിക്കും. അതിന്റെ കാരണം അദ്ദേഹത്തിന് അറബ് രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ ഇൻവെസ്റ്റ്മെന്റുകൾ, അദ്ദേഹത്തിന്റെ ബിസിനസ് ഇൻവെസ്റ്റ്മെന്റുകൾ, അതിനെ ഇത് ഗൗരവതരമായി ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് അദ്ദേഹത്തെ മുന്നോട്ട് കൊണ്ടുപോയി പറ്റും. അറബ് രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ അറബ് രാജ്യങ്ങളിലെ ഭരണകൂടങ്ങൾ ട്രംപ് പറഞ്ഞു നിൽക്കും. പക്ഷേ അവിടുത്തെ പൊതുജനത്തിന്റെ ഫീലിംഗ് അത് പാലസ്തീനിന് അനുകൂലമാണ്. ആ ഫീലിംഗിന് അനുകൂലമായി നിൽക്കാതെ അവിടുത്തെ ഗവൺമെന്റുകൾക്ക് നിലനിൽക്കാനാവില്ല. അപ്പോൾ ഓരോ നാട്ടിലെ ഗവൺമെന്റുകളും ഓരോ തരം പ്രഷറാണ് ഫീൽ ചെയ്യുന്നത്. ഇതേ കാര്യമാണ് യൂറോപ്പിൽ സംഭവിക്കുന്നത്. യൂറോപ്പില് ഇന്നലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഹീബ്രു മീഡിയയിൽ വന്ന ഒരു ലേഖനം ഇതാണ്. അവര് ഒരു രാജ്യത്തെ എങ്ങനെയാണ് ഈ ഇസ്ലാമിക ഭീകരത പിടികൂടുന്നത് എന്നതിനെ സംബന്ധിച്ചാണ്. അത് അങ്ങനെയാണ് ഇലക്ട്രേറ്റിനെ സ്വാധീനിച്ച് അല്ലെങ്കിൽ ഗവൺമെന്റിനെ സ്വാധീനിച്ച് എങ്ങനെയാണ് ഇസ്ലാമിക ഭീകരത പത്തി താഴ്ത്തി നിൽക്കുന്നത് എന്നുള്ളതിന്റെ സൂചനയായിട്ട് അവര് യൂറോപ്യൻ രാജ്യങ്ങളിൽ 2-3 രാജ്യങ്ങൾ എടുത്ത് അനലൈസ് ചെയ്ത് പറയുന്നുണ്ട്. അതായത് ഈ ഇസ്ലാമിക കാര്യമായ ഇസ്ലാമിക പ്രസൻസ് ഉള്ള ഏത് സ്ഥലം, അത് നമ്മുടെ നാടടക്കമുള്ള സ്ഥലങ്ങളിൽ അവർക്കൊരു നോർമൽ പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാവും, ഡെമോക്രസിയൊക്കെ അനുസരിച്ച് ജീവിക്കുന്നു എന്ന മാതിരി ബിഹേവ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്ന മാതിരി അഭിനയിക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാവും. കൂടാതെ തീവ്രവാദ സംഘടനകളും ഉണ്ടാവും. നമ്മുടെ നാട്ടിലെ ഈ പറയുന്ന തീവ്രവാദ സംഘടന ഡിഫറെന്റ് SDPI ഒക്കെ പോലത്തെയുള്ള തീവ്രവാദ സംഘടനകൾ, ജമാഅത്തെ ഇസ്ലാമി ഒക്കെ പോലുള്ള തീവ്രവാദ സംഘടനകൾ ഉണ്ടാവും. ലോകത്തെമ്പാടും ഒരേ ടെക്നിക്കാണ് അവർ അപ്ലൈ ചെയ്യുന്നത്. ഈ ഡെമോക്രാറ്റിക് സംഘടന സാധാരണഗതിയിൽ ഇലക്ഷനിലൊക്കെ പങ്കെടുക്കുകയും മത്സരിക്കുകയും സാധാരണ ആളുകളോട് സാധാരണ രീതിയിൽ പെരുമാറുകയും ചെയ്യും. നേരെ മറിച്ച് ഈ ഭീകര സംഘടനകൾ ഒരിക്കലും ഇലക്ഷനിൽ മത്സരിക്കില്ല. അവർ പിൻവലിഞ്ഞു നിന്നുകൊണ്ട് അവരുടെ വോട്ട് പോക്കറ്റുകൾ ഉണ്ടാക്കിയെടുക്കും, ചെറിയ വോട്ട് ബാങ്കുകൾ ഉണ്ടാക്കിയെടുക്കും. അവര് വോട്ട് ബാങ്കുകൾ ഉണ്ടാക്കിയെടുക്കുന്ന സ്ഥലത്ത് ഈ ഡെമോക്രാറ്റിക് മുസ്ലിം സംഘടനകൾ സൈലന്റ് ആയിരിക്കും. അപ്പൊ ഈ വോട്ട് ബാങ്കുകൾ മറ്റ് സംഘടനകളുടെ മറ്റ് പാർട്ടികളുടെ സ്ട്രോങ് ഹോൾഡിലായിരിക്കും ഇവർ വോട്ട് ബാങ്ക് ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് ഈ വോട്ട് ബാങ്കിനെ ഒരു ഡിസിസീവ് ഫോഴ്സ് ആക്കും. എന്നിട്ട് അവിടെ ജയിക്കാൻ സാധ്യതയുള്ള ആളുകൾ, അവര് ഏത് പക്ഷത്ത് പെട്ടവരാണെങ്കിലും ജയിക്കാൻ സാധ്യതയുള്ള ആളുകൾക്ക് ഇവരുടെ വോട്ട് ബാങ്കിനെ ഓഫർ ചെയ്യും.
ആ വോട്ട് ബാങ്കിനെ ഓഫർ ചെയ്തുകൊണ്ട് ഇലക്ഷനിൽ വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ മത്സരിക്കുന്ന സംബന്ധിച്ച് ജീവൻ മരണ പ്രശ്നമാണ്, അവൻ എങ്ങനെയാണ് ജയിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ വോട്ട് ബാങ്കിനെ ഓഫർ ചെയ്യുകയും വളരെ സിൻസിയർ ആയിട്ട് ഇവരുടെ വോട്ടുകൾ കൃത്യമായി അയാൾക്ക് നൽകുകയും അയാളെ വിജയിപ്പിക്കുകയും ചെയ്യും. അപ്പൊ വിജയിപ്പിച്ചതിന്റെ ക്രെഡിറ്റ് ആർക്കായി? വിജയിപ്പിച്ചതിന്റെ ക്രെഡിറ്റ് ഈ ഭീകര സംഘടനയ്ക്കായി. ഈ ഭീകര സംഘടന ഇത് പറഞ്ഞുകൊണ്ട് ഇവന്റെ കഴുത്ത് പിടിച്ചേക്കും. കൂടാതെ ഇവരെ ഈ കൊടുത്ത അഷ്വറൻസ് അല്ലെങ്കിൽ ഇവരെ വിജയപ്പെടുത്ത അഷ്വറൻസ് ഇവരുടെ കയ്യിൽ നിന്ന് വിട്ടുപോവുകയില്ലെന്ന് ഉറപ്പിക്കാൻ ഇവർ ഹണി ട്രാപ്പുകൾ ഉപയോഗിക്കും. ലോകത്തെമ്പാടും ഇവർ ചെയ്യുന്ന ടെക്നിക്ക് എന്ന നിലയിലാണ് ഹീബ്രു മീഡിയ ഇത് പറഞ്ഞിട്ടുള്ളത്. ഇവരുടെ വോട്ട് കൊണ്ടാണ് ഈ പറഞ്ഞ ആളുകൾ ജയിച്ചിട്ടുള്ളത് എന്നുള്ളത് ഉറപ്പാക്കി അവരെ അത് ബോധ്യപ്പെടുത്തിയെടുക്കും. അത് ശരിയുമായിരിക്കും, അവരുടെ ഒരു ഇൻഫ്ലുവൻസിലായിരിക്കും ആ വിജയം നടന്നിട്ടുണ്ടാവുക. രണ്ട്, ഇവരെ ഹണി ട്രാപ്പിൽ പെടുത്തും. ഹണി ട്രാപ്പിൽ പെടുത്തി റെക്കോർഡ്സ് ഉണ്ടാക്കി വയ്ക്കും. ഇനി അപ്പൊ സാധാരണഗതിയിൽ നമ്മൾ ഈ ചാരന്മാരൊക്കെ ചെയ്യുന്നൊരു പരിപാടിയുണ്ട് ഹണി ട്രാപ്പിൽ പെടുത്തുക എന്നുള്ളത്. പക്ഷെ അത് ഒരിക്കൽ മാത്രമുള്ള ഹണിയാണ്. ഈ ഹണി അങ്ങനെയല്ല, ഈ ഹണി മുടങ്ങിപ്പോവില്ല, ഈ ഹണി ഇടയ്ക്കിടയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ ഹണി ട്രാപ്പിൽ പെട്ട് കിടക്കുന്ന ആളുകളെ സംബന്ധിച്ച് വലിയ സങ്കടമൊന്നും ഉണ്ടാവില്ല. കാരണം ഇവന് ഒരിക്കൽ കിട്ടിയ സംഗതി, അത് പണമായിക്കൊള്ളട്ടെ, അത് തേനായിക്കൊള്ളട്ടെ, എന്തായിക്കൊള്ളട്ടെ, അത് അവന് തുടർന്നും കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അതിന്റെ ഒരു ശരിക്കും ഒരു ഇസ്ലാമിസ്റ്റ് ഭീകരൻ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ദൂഷ്യം ഈ ഡെമോക്രസി ഉണ്ട് എന്ന് പറയുന്ന പാർട്ടികളിൽ ഇരിക്കുന്ന ആളുകൾ, അവർക്കൊരിക്കലും ഈ പറയുന്ന ഭീകര സംഘടനകളുമായിട്ടോ അല്ലെങ്കിൽ മതവുമായിട്ടോ യാതൊരു ബന്ധവും ഉണ്ടാകില്ല. പുറമേ കാണുന്നവരെ സംബന്ധിച്ച് അവർ ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും. ഇതേ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് നമുക്ക് കാണാം. നമ്മളുടെ ഇവിടെയും സ്ട്രോങ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടീസിലെ ഏറ്റവും മിടുക്കരായിട്ടുള്ള ആളുകളെ, ഏറ്റവും അധികം സ്വാധീന ശക്തിയുള്ള ആളുകളെയാണ് ഇവർ ലോകത്തെമ്പാടും ഇത്തരത്തിൽ വീഴ്ത്തുക. ഏതെങ്കിലും ഒരു കുറ്റിച്ചൂലിനെ അല്ല, ഏറ്റവും സ്വാധീനമുള്ള പാർട്ടിയിലെ ഏറ്റവും മിടുക്കന്മാരായിട്ടുള്ള ഏറ്റവും മേലെ തലത്തിൽ നിൽക്കുന്ന ആളുകളെയാണ് ഇത്തരത്തിൽ ഒരു വീഴ്ത്തുക. അപ്പം ആ ഏത് പാർട്ടി വന്നാലും, അത് പക്ഷം ഇടത്തോട്ടായാലും പക്ഷം വലത്തോട്ടായാലും, ഏത് പാർട്ടിയിലുള്ളവർ വന്നാലും ഇവർക്ക് അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കും എന്ന നിലയിൽ അവർ വിജയിപ്പിച്ചു എന്നുള്ള ഒരു ഗ്യാരണ്ടി ഉണ്ടാക്കും. കൂടാതെ ഈ ഹണി ട്രാപ്പ് എന്ന് പറയുന്ന ഈ സാധനം ഉപയോഗിക്കുകയും ആ ട്രാപ്പിൽ പെട്ട് കിടക്കുന്നവന് നിരന്തരമായി ഹണി കൊടുത്ത് അവനെ ആ ലഹരിയിൽ വീഴ്ത്തി കിടത്തുകയും ചെയ്യും എന്നുള്ളതാണ് ഹീബ്രു മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട ഈ ലേഖനത്തിന്റെ അടിസ്ഥാനം. ഇങ്ങനെ ട്രാപ്പ് ചെയ്യപ്പെട്ട യൂറോപ്യൻ ലീഡേഴ്സാണ് ഇവർക്ക് വേണ്ടി പാലസ്തീൻ സ്റ്റേറ്റിന് വേണ്ടി വാദിക്കുന്നത് എന്നാണ് ഹീബ്രു മീഡിയ പറഞ്ഞു വെച്ചത്. അത് അവരുടെ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ചാര പ്രവർത്തനങ്ങൾ വഴിയായിട്ട് തന്നെ അവർ കണ്ടുപിടിച്ച സംഗതിയാണ്. അപ്പം ഈ ആളുകൾ ഉപയോഗിച്ചിട്ടാണ് യൂറോപ്പിൽ നിന്ന് ഈ ഇസ്രായേലിനെതിരായിട്ടുള്ള നീക്കം ഉണ്ടായിട്ടുള്ളത്. പാലസ്തീൻ സ്റ്റേറ്റിനെ അംഗീകരിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് അവർ വന്നത്. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ വെടിനിർത്തൽ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇപ്പം ഇസ്രായേലിനെ സംബന്ധിച്ചും US സംബന്ധിച്ചും എങ്ങനെ ഇതിൽ നിന്ന് പുറത്തു കടക്കാം എന്നുള്ള അതാണ് അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി മറ്റു രാജ്യങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ, ആർക്കും ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ഒരു ലോങ് റൺ പെട്ടെന്നൊരു കാര്യത്തിലൂടെ യുദ്ധത്തിലൂടെ പിടിച്ചെടുക്കാൻ വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഇത് ഡിപ്ലോമസിയിലൂടെ ലോങ് ടേം പ്ലാനിങ്ങിലൂടെ ഒക്കെ കാര്യം സാധിച്ചെടുക്കുക എന്നുള്ളൊരു സംഗതിയാണ്. അപ്പൊ ഇതിൽ ഇവർ ചെയ്യുന്നത് ഈ ഹമാസിനെ എങ്ങനെയെങ്കിലും ഒറ്റപ്പെടുത്തിയെടുക്കണം. അപ്പം ഹമാസിന്റെ അടുത്ത് ആളുകളെ ചോർത്തിയെടുത്ത് ഇസ്രായേലിന്റെ പരിപൂർണ്ണ നിയന്ത്രണമുള്ള സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് ഇവരെ പാർപ്പിക്കുക. ഇതിൽ നിന്ന് പുറത്തേക്ക് പോകാൻ താല്പര്യമുള്ളവരെ ഇന്നലെ സൗത്ത് ആഫ്രിക്കയിലേക്ക് പോയതുപോലെ പുറത്തേക്ക് അയക്കുക. അങ്ങനെ പതിയെ പതിയെ ഗാസ റീജിയൻ ഫ്രീ ആക്കി എടുക്കുക എന്നൊരു പ്ലാനാണ് അമേരിക്കയും ഇസ്രായേലിനുമുള്ളത്. ഒരുപക്ഷെ ഇസ്ലാമിക രാജ്യങ്ങളും മനസ്സുകൊണ്ട് ഇതിനോട് താല്പര്യമുള്ളവരായിരിക്കാം. കാരണം അവരെ സംബന്ധിച്ചും ഈ ശല്യം ഈ റീജിയനിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നത് അവർക്കും താല്പര്യമുള്ള കാര്യമാണ്. കാരണം ഏത് രാജ്യങ്ങൾക്കാണ് ഇത് പ്രശ്നം ഉണ്ടാക്കും. പ്രത്യേകിച്ചും ജോർദാനെ സംബന്ധിച്ച്, ജോർദാൻ ഇതിനകത്ത് 3000 ആളുകളെ കൊടുക്കണമെന്ന് ജോർദാനോട് US ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജോർദാൻ വളരെ മടിയാണ് ആളുകളെ കൊടുക്കാൻ. കാരണം ജോർദാൻ പറയുന്നത് ഞങ്ങൾ ഹമാസിന്റെയും ശത്രുവാകും, ഇസ്രായേലിന്റെയും ശത്രുവാകും, ദയവായി ഞങ്ങളെ ഇതിൽ പെടുത്തരുത് എന്നാണ് അബ്ദുള്ള രാജാവിന് നിലവിളിച്ചുകൊണ്ട് പറയുന്നത്. പക്ഷേ 3000 ആളുകളെ കൊടുക്കണം എന്ന നിലയിൽ US ബലം പിടിച്ചിരിക്കുകയാണ് എന്ന് പറയപ്പെടുന്നു. എന്തായാലും ഈ കാര്യങ്ങൾ പതിയെ പതിയെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഇതിന്റെ ചിത്രം മാറി വരുന്നുണ്ട്, നിറം മാറി വരുന്നുണ്ട്. ട്രംപിന്റെ 20 പോയിന്റ് പ്രോഗ്രാം അന്ന് അവതരിപ്പിച്ച നിലയിൽ നിന്നൊക്കെ ഇപ്പോൾ ഇത് മാറി വേറെ ഏതോ തരത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.